ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദിൻ്റെ വീഡിയോ കുറച്ചൊന്ന് താമസിച്ചു പോയി. വെളുപ്പിന് 5:05 പെരുന്നാൾ നമസ്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലോട്ട് വരുവാണ്. എല്ലാ തവണയും ഈ പള്ളിയിലാണെന്നുള്ളത് നമ്മൾ നമസ്കരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കുറേ സമയം നമ്മളിവിടെ നിൽക്കും കേട്ടോ. തക്ബീറൊക്കെ കേട്ടിട്ട് കുറേ സമയം നിൽക്കും. പിന്നെ നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈദ് മുബാറക്ക് പറയും. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ കാണുന്ന കുറേ അധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഈദ് മുബാറക്ക് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ കുറേ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പള്ളിയിൽ നിന്ന്. എൻ്റെ കസിന് പിന്നെ ഷെബു വന്നിട്ടില്ല, റഹിയാനത്ത്, വസി എല്ലാവരും ഉണ്ടായിരുന്നു, ആദം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയൊക്കെ കണ്ട് നമ്മൾ ഈദ് മുബാറക്ക് പറഞ്ഞ് കുറേ സമയമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. ഇനി ഷെബുവിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് അവിടോട്ടൊന്ന് പോകണം. ഇനി ഉറക്കുന്ന എന്തിനാ? അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെറിയ പെരുന്നാളിനായാലും ബലിപ്പെരുന്നാളിനാണെങ്കിലും രാവിലത്തെ കാപ്പി പുറത്ത് പോയിട്ടായിരുന്നു കുടിക്കുന്നത്, നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട്. പക്ഷേ ഇത്തവണ ഇക്ക പറഞ്ഞ് വേണ്ട, നമുക്ക് ഇന്ന് എന്താ പറയുന്നത്, അരിപ്പത്തിരി റെഡിയാക്കി എഗ്ഗിൻ്റെ ഒരു കറിയുണ്ട്, തേങ്ങ ഒക്കെ അരച്ചിട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൊരു കറിയുണ്ട്, അത് വേണമെന്ന് 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്താ അതാക്കാമെന്ന് കരുതി. കസിനും ഷെബു അവരെല്ലാവരും വിളിച്ചായിരുന്നു പുറത്തുപോയി ഫുഡ് കഴിക്കാൻ. നമ്മൾ പോയിട്ടില്ലായിരുന്നേ. ഇത്തവണ വീട്ടിലങ്ങ് ആക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അരിപ്പത്തിരി റെഡിയാക്കാനായിട്ട് നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു പെരുന്നാൾ സമയത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത, നോമ്പിനായാലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ പത്തിരി. പിന്നെ അതിന് കറി ഉണ്ടാക്കുന്നത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒത്തിരി ഒന്ന് വാടി വരുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിനിടയിൽ തേങ്ങ, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഞാൻ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എത്ര മുട്ടയാണെന്ന് വെച്ചാൽ അത് നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. മുട്ട ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ അരപ്പ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സെറ്റാവും. പിന്നെ ചായക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നല്ല ചൂട് ഒമാനി ഹൽവയാണ് കേട്ടോ. ഈ ഹൽവ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നമ്മളുടെ നെയ്ബർ കൊണ്ടുതരുന്നതാണ്, ചൂടോട്. ഇവിടെ അടുത്തുനിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ചൂടോട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്ക് അത് കഴിയാറായി. ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഡയറ്റൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക, 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ അരിപ്പത്തിരിയും ആ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച കറിയൊക്കെ കൂട്ടി ചൂട് ചായയൊക്കെ ആയിട്ട് നമ്മളുടെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടൊന്നുമില്ല. നേരെ റഹിയാനത്തിനെയും പിക്ക് ചെയ്തിട്ട് കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവിടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈ, മട്ടൻ കറി, പരിപ്പ് കറി, അതേപോലെ തന്നെ പിന്നെന്താ നെയ്ച്ചോറ്, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം എന്താ പറയുന്നത്, ഓരോരുത്തർ പണി തുടങ്ങിയിട്ടുണ്ട്. ഷെറിൻ ഫാമിലി നമ്മളുടെ തന്നെ ഫ്രണ്ടാണ്. പിന്നെ അതേപോലെ റഹിയാനത്ത് ഞങ്ങൾ ഇത്രയും പേര് 10-22 പേരുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്നുള്ള 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു. 2 സൈസ് പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അടപ്രഥമനും സേമിയായുമാണ് റെഡിയാക്കിയേക്കുന്നത്. പിന്നെ എല്ലാവർക്കും തവണ ഇലയ്ക്കകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെയാണ് റെഡിയാക്കുന്നത്. ഇതാണ് മട്ടൻ കറി. മട്ടൻ കറി ഇതൊരു സ്പെഷ്യൽ മട്ടൻ ചാപ്സ് എന്ന് പറയും കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണല്ലോ ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. പുറത്ത് വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഇക്കാണ്. അപ്പോൾ അവർ പുറത്തുനിന്ന് ആണുങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു നല്ല തണലാണ് അവിടെ, ഒരു വേപ്പുമരമൊക്കെ നിൽപ്പുണ്ട്.
ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മളുടെ മന്തിക്കുഴിയൊക്കെ ഉള്ളത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. കസിൻ്റെ വീട് അതൊരു വില്ലയാണ്. എപ്പോഴും നമ്മൾ കൂടുന്ന അവിടെയാണ് നമ്മൾ ഈ കപ്പയൊക്കെ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. വീണ്ടും നട കിച്ചണി വന്നു. ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് റെഡി ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ വസി എത്തിയിട്ടുണ്ട്. തിന്നുന്ന സമയം നമ്മളൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല. വന്ന് എല്ലാവരുമായിട്ട് കുക്ക് ചെയ്ത് വസി, ഷെബു, അതാണ്ട് ഈ ഷെറിനും ഒക്കെ നല്ലതുപോലെ ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം പീഡിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ഷെബു ഒക്കെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് അവരോട് ലേറ്റായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞതാണ്. കണ്ട ഓരോരുത്തർ കിടന്ന് റെസ്റ്റ് എടുക്കുക. എല്ലാവരും കൂടെ ഉള്ളപ്പോഴേ ജോലി എളുപ്പമാണ്. ഒറ്റയ്ക്ക് വെച്ച് തിന്നുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഫുഡ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അൻവർ എപ്പോഴാണെങ്കിലും ഇക്ക കുക്ക് ചെയ്യുമ്പോൾ ഇക്കയുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ താണ്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ താണ്ട് കുറച്ചൊക്കെ ഇലയൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രാൻഡിൽ നിന്നായിരുന്നു ഇല വാങ്ങിച്ചത്. അപ്പോൾ ഇലയൊക്കെ ഇട്ട് ഫുഡ് ഇങ്ങനെ വിളമ്പുവാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ. മക്കൾക്ക് എല്ലാവർക്കും ചിക്കൻ ഫ്രൈ നിർബന്ധമാണല്ലോ. പിന്നെ നമ്മൾ ചെറുപയറും പച്ചക്കായും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയായിരുന്നു റെഡിയാക്കിയിട്ടുള്ളത്. എഡിറ്റ് ചെയ്യാതെ ഒരു സൗണ്ട് പോലും കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത്യാവശ്യം നല്ല ഒച്ചപ്പാടും ബഹളമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ഫുഡ് കഴിക്കുന്ന സമയത്തൊരു പ്രത്യേക ബഹളമായിരിക്കും. അപ്പോഴേ എല്ലാവരും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2-3 പെണ്ണുങ്ങൾ കിച്ചണിൽ കിടന്നിട്ട് എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. നേരെ വീട്ടിലെത്തിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാം ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അവിടോട്ട് പോവുക. കസിനും മക്കളും ഉണ്ട് കേട്ടോ. ഒന്ന് റിലാക്സ് ആവാം. നൈറ്റ് ഒന്ന് പുറത്ത് പോകുമ്പം ഒരു പ്രത്യേക ഇതല്ലേ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് കൂടെ കാണുക എന്ന് പറയുമ്പോൾ എൻ്റെ ഇക്കടെയൊക്കെ ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സും കൂടെ ആകുമ്പോൾ പറയാൻ വേണ്ടല്ലോ, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ദേവിക കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂള് സൗമ്യ ടീച്ചർ നടത്തുന്നുണ്ട്. സൗമ്യ ടീച്ചർ നമ്മളുടെ സംഘടനയിലെ അംഗമാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ടീച്ചറായിട്ട് ഒരുപാട് നാളത്തെ ബന്ധമുണ്ട് നമുക്ക്. അപ്പോഴേ എൻ്റെ ഈ അമല ഫാമിലിയിൽ കുറേ അധികം ഫ്രണ്ട്സ് ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ മക്കളൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എന്താ പറയുന്നത്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ഇത് വരണമെന്ന് ടീച്ചറുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അവസാനം അത് സക്സസ് ആയിട്ടുണ്ട്. ഇവിടുത്തെ എംബസി ത്രൂ കോഴ്സ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ഇനിയിപ്പം ഇവിടെ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയ മക്കൾക്കൊക്കെ ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടീച്ചറുടെ മുൻകാലത്ത് പഠിപ്പിച്ച് വിട്ട കുറേയധികം സ്റ്റുഡൻസ് ഇന്നിവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവർ അത്ര അധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന വയലറ്റ് സാരി എടുത്തതാണ് സൗമ്യ ടീച്ചർ. എപ്പോഴും സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന എന്തോ ഒരു ഭയങ്കര സുന്ദരിയാണ് കേട്ടോ ടീച്ചറിനെ കാണാൻ. നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. അതേപോലത്തെ പെരുമാറ്റവും അതേപോലെ ആ പേര് പോലെ തന്നെ സൗമ്യതയുള്ളൊരു ടീച്ചറാണ്. അപ്പോഴും നമുക്ക് പരിചയമുള്ള എല്ലാ മക്കൾക്കും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. രാജ് കലേഷ് ആയിരുന്നു ഇതിൻ്റെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ തഴവാൻ നൗഷാദ് ഖാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. ദമാമിലെ ഒട്ടുമിക്ക വേദികളിൽ നൗഷാദ് ഖാൻ ആങ്കറിങ് ചെയ്യുന്നതാണ്. അങ്ങനെ അവിടെ ഇരുന്നു. ആ ഒരു പെരുന്നാളിൻ്റെ ഒരു ആലസ്യം, ഉറക്കത്തിൻ്റെ ഒരു ചടവും ഒക്കെ ശരിക്കും പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ഡാൻസ് ചെയ്യാൻ കയറുക എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണല്ലേ അവരുടെ ഡാൻസ്. എനിക്കിതിനകത്ത് ഡാൻസ് കാണിക്കാം, പക്ഷെ അതിൻ്റെ പാട്ടോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു പാട്ടോട് കൂടിയിട്ട് ഡാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത്
ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. ഇതാണ് എൻ്റെ അമലയിലത്തെ ഫ്രണ്ട്സ്. അവരുടെ ഡാൻസ്, അവരുടെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇവരുടെ 2 ഡാൻസ് ഉണ്ടായിരുന്നു, അത് രണ്ടും കാണാൻ പറ്റി. കുറേ പ്രോഗ്രാം തീരുന്നിടം വരെ നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു.